ഇന്നത്തെ ക്ലാസ് ലൂമിയോൺ ഫയലിലേക്ക്, അതായത് ലൂമിയോൺ എന്ന സോഫ്റ്റ്വെയറിനകത്തേക്ക് 3D മോഡൽ ഫയൽ കൊണ്ടുവന്നു. 3D മോഡൽ എന്ന് പറയുമ്പം 3ds മാക്സ് ആകാം, അല്ലെങ്കിൽ റിവറ്റ് ആകാം, ലൂമിയോൺ ആകാം, സ്കെച്ചപ്പ് ആകാം. നമ്മൾ എന്ത് ഡാറ്റ ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാം, ലൂമിയോണിലേക്ക് 3D മോഡൽ ഫയൽ കൊണ്ടുവരാൻ പറ്റും. നമ്മളിവിടെ ലൂമിയോൺ ഈ ക്ലാസ് എടുക്കുന്ന ഈ ലൂമിയോൺ വേർഷൻ 8.5 ആണ്. ലേറ്റസ്റ്റ് വേർഷൻ അല്ല. ലേറ്റസ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന റിവറ്റും അതുപോലെ 3ds മാക്സും സ്കെച്ചപ്പും എല്ലാം ലേറ്റസ്റ്റ് വേർഷനുമാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് സ്കെച്ചപ്പിലുള്ള ഇപ്പോൾ സ്കെച്ചപ്പ് 2020 ആണ്, 24 ഉണ്ട്. ഇപ്പോൾ 20ൽ ചെയ്ത ഡാറ്റ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, സ്കെച്ചപ്പിലെ ഡാറ്റ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സ്കെച്ചപ്പ് ലേറ്റസ്റ്റും എന്നാൽ ലൂമിയോണ് ലോവർ വേർഷനും ആണ് എങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആകില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ട കാര്യം, സ്കെച്ചപ്പ് ഫയൽ, അതായത് നമ്മുടെ സ്കെച്ചപ്പിൻ്റെ ഫയലിനെ FBX ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 3ds മാക്സ് ആണെങ്കിലും FBXലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. FBXലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഫയലിൽ എക്സ്പോർട്ട് FBX, സ്കെച്ചപ്പിലാണെങ്കിൽ 2D ഓർ 3D എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ 3D എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FBX ആയി മാറും. അതിനുശേഷം ലൂമിയോൺ ഫയലിൽ വരിക. ലൂമിയോണിൻ്റെ അകത്ത് ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ. ഇത് നമുക്കറിയാം, ഈ ഇമ്പോർട്ട് അല്ല, ഇത് നമ്മുടെ എല്ലാ ഡാറ്റാസ് എടുക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് പ്ലേസ് ഇമ്പോർട്ട് എന്ന്, അതുപോലെ ന്യൂ ഇമ്പോർട്ട് മോഡൽ എന്നൊരു ഫോൾഡർ കാണാൻ പറ്റും. ഇത് ന്യൂ ഇമ്പോർട്ട് ഫോൾഡർ എന്നുള്ള ജസ്റ്റ് ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കും നമ്മൾ ഡാറ്റ എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തു. ഇവിടെ വേറൊരു ഫയൽ നമുക്ക് കാണാൻ പറ്റും. മുമ്പ് ഒരു വട്ടം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഈ ഹിസ്റ്ററിക്കകത്ത് കാണിച്ചു തരും. മുൻപ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫയൽ ഏതാണോ അതിവിടെ കാണിച്ചു തരും. ഇനി അങ്ങനെയല്ല, ഇതെല്ലാം പുതിയതായിട്ടൊരു ഫയലാണ് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് മെറ്റീരിയൽ കൊടുക്കേണ്ടത് എങ്കിൽ, ലൈറ്റിങ്സ്, മെറ്റീരിയൽസ്, ആനിമേഷൻസ് ചെയ്യേണ്ടതെങ്കിൽ ന്യൂ മോഡൽ എന്നുള്ള ഈ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്യുകയും അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡാറ്റ ഫയൽ എവിടെയാണ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എടുക്കുന്ന സ്കെച്ചപ്പിൻ്റെ ഫയലാണ്. സ്കെച്ചപ്പിൻ്റെ ഫയലിന് പ്രത്യേകതയല്ല, സ്കെച്ചപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ലോഡ് കുറവായിരിക്കും. മാക്സിനും റിവറ്റിനെ അപേക്ഷിച്ച് കുറച്ച് ലോഡ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് സ്കെച്ചപ്പ് ഫയലിനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത്, എഡിറ്റ് ഹോം എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഓൾറെഡി ഇത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേറൊരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് ലൂമിയോ നമ്മൾ ചെയ്യുന്ന ഡാറ്റനെ നമ്മൾ സേവ് ചെയ്യാതെ തന്നെ ഇവരതിനെ സേവ് ചെയ്യുന്നുണ്ട്. C ഡ്രൈവിലാണ് ഇവർ സേവ് ചെയ്യുക. അപ്പോൾ ഈ സേവ് ചെയ്ത ഡാറ്റ C ഡ്രൈവിലാണെന്നല്ല, ഇപ്പം C ഡ്രൈവിലാണ്. ഈ സേവ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് ഒരു പേരാണ്. ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിൽ ഈ വീട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ 3D മോഡൽ ഇങ്ങോട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പേര് മാറ്റി കൊടുക്കാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് 1 എന്നൊരു പേര് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുന്നുണ്ട്. വേണ്ട, എക്സ്പോർട്ടിങ് കനോട്ട് എക്സ്പോർട്ട് ആകില്ല എന്ന് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഫയൽ എന്താണ്, ലേറ്റസ്റ്റ് ആണ്, ഇത് ലോവർ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓക്കെ കൊടുത്തു, വേണ്ട ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. വേണ്ടെന്ന് വെച്ചപ്പോൾ മൗസ് പോയിന്റിൽ വേറെ എന്തോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഫയൽ എന്താണോ അതാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന് 2 ഓപ്ഷൻ വഴി നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞിരുന്നു ലൂമിയോൺ എന്നുള്ള സോഫ്റ്റ്വെയർ മോഡലിംഗ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ അല്ല, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫയലാണ് ഈ ലൂമിയോൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൊണ്ടുവന്നിരിക്കുന്ന 3D മോഡൽ ഫയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ മെറ്റീരിയൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് എനിക്ക് ഒരു വാളിൻ്റെ മുകളിൽ 2 ഫേസിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു ഫേസിൻ്റെ മുകളിൽ 2 ഭാഗം, ഇപ്പോൾ സിംഗിളായിട്ടൊരു ഫേസ് അതിൽ പകുതി ആക്കിക്കൊണ്ട് മെറ്റീരിയൽ ഒരു സൈഡിൽ മെറ്റീരിയൽ ഇപ്പോൾ സൈഡിൽ വേറൊരു മെറ്റീരിയൽ കൊടുക്കണം. എന്നാൽ നമ്മൾ 3D മോഡൽ ചെയ്ത സോഫ്റ്റ്വെയറിൽ ഫുള്ളി മെറ്റീരിയൽ കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കാരണം ഇവിടെ മെറ്റീരിയൽ റീപ്ലേസ് ആണ് നടക്കുന്നത്, പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പറ്റും സ്കെച്ചപ്പിലോ മറ്റ് 3D സോഫ്റ്റ്വെയറിലോ മെറ്റീരിയൽ കൊടുത്തിരിക്കണം, അത് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കെച്ചപ്പ്, ലൂമിയോൺ പോലുള്ള മറ്റ് 3D സോഫ്റ്റ്വെയറുകളിൽ മെറ്റീരിയൽ കൊടുത്തിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്ത സമയത്ത് FBXലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞു തരാം, കൊണ്ടുവന്നിരിക്കട്ടെ. എന്നിട്ട് ഇവിടെ മെറ്റീരിയൽ കൊടുത്ത് ഫ്രണ്ടിൽ എല്ലാ മെറ്റീരിയലും കൊടുത്തു. ലാസ്റ്റ് സ്റ്റേജ് ആ സമയത്താണ് എനിക്ക് തോന്നുമായിരുന്നു ഞാൻ കൊടുക്കുന്ന മെറ്റീരിയൽ, ഇപ്പോൾ ലൈറ്റ് മെറ്റീരിയൽ കൊടുത്ത സമയത്ത് അത് ഫ്രണ്ടിലത്തെ ഗേറ്റിലും കൂടി കയറി വന്നു, ഗേറ്റും കൂടി ലൈറ്റ് ആയിപ്പോയി മെറ്റീരിയൽ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ മൊത്തത്തിൽ പൊളിച്ച് വീണ്ടും സ്കെച്ചപ്പിലോ അല്ലെങ്കിൽ ഏതിൽ 3D സോഫ്റ്റ്വെയറിലാണോ ചെയ്തത് അതിൽ പോയി അവിടെ വീണ്ടും എഡിറ്റ് ചെയ്ത് അവിടുന്ന് വീണ്ടും മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് വീണ്ടും ഇത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.
അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട സാഹചര്യം. അപ്പോൾ ആദ്യം തൊട്ട് വീണ്ടും വരയ്ക്കേണ്ടി വരും. അപ്പോൾ വരയ്ക്കേണ്ടിയല്ല, ആദ്യം തൊട്ട് വീണ്ടും മെറ്റീരിയൽ കൊടുക്കണം. ഇപ്പോൾ ലൂമിയോണിൽ ഞാൻ കൊടുത്തു പോയ മെറ്റീരിയൽ കാര്യമില്ല, വീണ്ടും ഞാൻ ഒന്നുകൂടി അതേ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ സാഹചര്യങ്ങൾ വരാം. അങ്ങനെ വരാതിരിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. സിസ്റ്റം സ്ലോ ആകാൻ ചാൻസ് ഉള്ള കാര്യമാണിത്. അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ 3D സോഫ്റ്റ്വെയർ ഏതാണോ, ഇപ്പോൾ സ്കെച്ചപ്പ് ആണെങ്കിൽ 3D ഈ ലൂമിയോണുമായിട്ട് സിങ്ക് ചെയ്യിക്കാനൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ സിങ്ക് ചെയ്യിക്കുക എന്ന് വെച്ചാൽ സ്കെച്ചപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ ലൂമിയോണിൽ ചേഞ്ച് ആകുന്ന രീതിയിൽ ഡയറക്റ്റ് ലൈവായിട്ട് നമുക്ക് സിങ്ക് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. എന്നിട്ട് സ്കെച്ചപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു അത് നേരെ ലൂമിയോണിൽ മാറ്റം വരുന്നു. ഞാനിപ്പോൾ മെറ്റീരിയൽ കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തെറ്റിപ്പോയെങ്കിൽ നേരെ സ്കെച്ചപ്പിൽ പോയി അതേ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്താൽ ഇവിടെ തിരിച്ചെഡിറ്റാവും. ആ ഒരു ഓപ്ഷൻ ചെയ്യാനായിട്ട് സ്കെച്ചപ്പാണ് ഓൺ ചെയ്യേണ്ടത്, ലൂമിയോണിലൊന്നും ചെയ്യാനില്ല. സ്കെച്ചപ്പ് ഓൺ ചെയ്യണം. അപ്പോൾ ഞാൻ സ്കെച്ചപ്പ് ഒന്ന് കാണിക്കാം. സ്കെച്ചപ്പ് ഒന്ന് ഓൺ ചെയ്തിടുക. അപ്പോൾ സ്കെച്ചപ്പ് ഫയൽ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമുക്കിവിടെ. സ്കെച്ചപ്പ് ഫയൽ വന്നതിന് ശേഷം ഇപ്പോൾ സ്കെച്ചപ്പ് ഫയൽ നമുക്ക് ഓണായി കിടക്കുകയാണ്. സ്കെച്ചപ്പ് ഫയൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇവിടെ വിൻഡോ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വിൻഡോ എന്നുള്ള ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സിങ്ക് ചെയ്യേണ്ട ഫയലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഈ ഒരു സ്കെച്ചപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എൻസ്കേപ്പ് ഉണ്ട്, അതുപോലെ ലൂമിയോൺ ഉണ്ട്, സാൻഡ് ബോക്സ് ഉണ്ട്. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ ലിങ്ക് മീൻ സിങ്ക് ചെയ്യേണ്ടത്, ലൈവ് സിങ്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കും. എനിക്ക് ലൂമിയോൺ ആണ് ചെയ്യേണ്ടതെങ്കിൽ ലൂമിയോൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഇനേബിൾ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ അപ്ലൈ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഫയലൊന്ന് ക്ലോസ് ചെയ്തേക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലൂമിയോൺ ഓൺ ചെയ്യാം. ഗായില്ല ജംഗ്ഷനിൽ വന്നു കൊടുത്തു. ദെൻ ഒരു കാര്യം തെറ്റിപ്പോയി, ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, വിട്ടുപോയി. എക്സ്റ്റൻഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ലൂമിയോൺ സിങ്ക്, ലൈവ് സിങ്ക് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് സ്റ്റാർട്ട് സിങ്ക് കൊടുക്കണം. മറന്നുപോയി. അത് കൊടുത്തതിന് ശേഷം വീണ്ടും ലൂമിയോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ലോഡായി കണ്ടോ. ലൂമിയോണിലേക്ക് നമ്മുടെ ഡാറ്റ ഓൺ ആയിട്ടാണ് കാണാൻ പറ്റും. ലൂമിയോണിലേക്ക് ഡാറ്റ ഓൺ ആയി കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതാക്കി ഈ സൈഡിലും ഇതൊന്ന് ഈ സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് ഡാറ്റയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. രണ്ട് ഡാറ്റ എനിക്ക് ഒന്നിച്ച് ഷെയർ ആകുന്നില്ല ഇതിനകത്ത്. ഓക്കെ, ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ സ്കെച്ചപ്പിൽ ചെയ്യുന്ന മാറ്റങ്ങൾ എന്താണോ അത് ലൂമിയോണിൽ ചേഞ്ച് ആകുന്നതാണ്. ഇതിപ്പോൾ രണ്ട് ഷെയർ ഒന്നിച്ച് കിട്ടുന്നില്ല, രണ്ടായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ട് ഫയലായിട്ട് രണ്ടും നമുക്ക് ഒറ്റ ടൈമിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കി നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിൽ വരുത്തുന്ന മാറ്റം മറ്റൊരു ഫയലിൽ ചേഞ്ച് ആകുന്നതാണ്. സിസ്റ്റം സ്ലോ ആണെങ്കിൽ നടക്കില്ല. ഞാനിപ്പോൾ സിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. സിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. സിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്കെച്ചപ്പ് ഫയലിനകത്ത് തന്നെ വന്ന് ഇപ്പോൾ നമ്മൾ സിങ്കിങ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തില്ലായിരുന്നു. എക്സ്റ്റൻഷൻ്റെ ഉള്ളിൽ ലൈവ് സിങ്കിങ് ആക്ടിവേറ്റ് ചെയ്ത് താഴെയായിട്ട് സ്റ്റോപ്പ് സിങ്കിങ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും സിങ്ക്. ഇനി അങ്ങനെയല്ല, നമ്മൾ സിങ്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു, എനിക്കിപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്. മറിച്ച് എനിക്ക് വേണ്ടത് ഡയറക്റ്റ് ലൂമിയോൺ ഫയലിൽ വന്ന് ലൂമിയോണിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് ലൂമിയോൺ ഫയലിനകത്ത് സിങ്കിങ് ഒന്നും ഇല്ലാതെ ചെയ്താൽ മതിയെങ്കിൽ അപ്പോൾ ലോഡ് കുറവായിരിക്കും. ചെയ്തെങ്കിൽ ഞാനിപ്പോൾ സ്കെച്ചപ്പാണ് ഓണാക്കിയിരിക്കുന്നത്. ഫയലിൽ ഞാനിതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. 3D മോഡൽ സി ഡ്രൈവിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് എഫ് മോഡലായിട്ട്. ഇവിടെ കുറേ എണ്ണം ഉണ്ട് സീലിംഗ്. ഇപ്പോൾ ഞാൻ ഒന്ന് എക്സ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. ദെൻ ലൂമിയോൺ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൂമിയോൺ ഫയലിൽ ലൂമിയോൺ ഫയലിൽ ഹാങ് ആയി. ഓക്കെ, ജസ്റ്റ് ലൂമിയോൺ ഫയലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ലൂമിയോൺ ഫയലിൽ വന്നതിന് ശേഷം
ഇമ്പോർട്ട്, ഇവിടെ മെയിൻ ഫയൽ ഇമ്പോർട്ട്, ന്യൂ മോഡലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ന്യൂ മോഡൽ ഇമ്പോർട്ട്, ഇവിടെ സ്കെച്ചപ്പ് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് വന്നിട്ട് FBX ആക്കി കൊടുക്കുക. FBX ആക്കി കഴിഞ്ഞാൽ ഡാറ്റ ഫയൽ കാണിക്കുന്നില്ലല്ലോ. FBX ഡാറ്റ FBX കൺവേർട്ട് ആയില്ലേ, ഒന്നുകൂടി ചെയ്യാം. എക്സ്പോർട്ട് 3D മോഡൽ ഡോക്യുമെന്റ്. ഓക്കെ, ഫയല് ഡോക്യുമെന്റ്സിലാണല്ലോ, ഡോക്യുമെന്റ്സിൽ ഓക്കെ FBX ആക്കിയ ഫയൽ. അപ്പോൾ പേരാണ് മാറ്റുന്നുണ്ട്, ഓൾറെഡി പേര് കൊടുത്തുകൊണ്ട് പേരൊന്ന് മാറ്റി ജസ്റ്റ് ആഡ് ടു ലൈബ്രറി എന്നുള്ള ഫയൽ ടിക്ക് ചെയ്യാം. അവിടെ ലൂമിയൻ ഫയൽ പോകണം. ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്, സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് എവിടെയാണോ അത് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ സ്ഥലം ഒന്നുമില്ല, എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഇതാ നമുക്ക് ആ ബോക്സ് ആയിട്ടാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത്. നമ്മളിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഡിറ്റ് ഹോം എന്നുള്ള ഫയലാണ്. ഇത് നമ്മൾ പേര് കൊടുത്തത് എഡിറ്റ് വന്നിട്ടുണ്ട്. ഇത് എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് വീണ്ടും നമുക്കത് സെലക്ഷനിൽ വരുന്നതാണ്. വീണ്ടും നമുക്ക് സെലക്ഷനിൽ വരും. ഹാങ് ആയി ലോഡിൻ്റെ പ്രശ്നമാണത്. തൽക്കാലം ഇവിടെ സ്കെച്ച് ഫയൽ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് പോയാൽ വീണ്ടും ബിൽഡിങ്സ് അത് തന്നെ വരും. അപ്പോൾ ഞാൻ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. ഓക്കെ, മെറ്റീരിയൽ കൊടുക്കാനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു മെറ്റീരിയൽ എന്നൊരു ഫയൽ കാണാൻ പറ്റും. ആ മെറ്റീരിയൽ എന്നുള്ള ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മെറ്റീരിയൽ എഡിറ്റർ എന്ന് കാണിക്കും. ക്ലിക്ക് ഓൺ ആൻ ഇമ്പോർട്ടഡ് മോഡൽ ടു മോഡിഫൈ ഇറ്റ്സ് മെറ്റീരിയൽ എന്ന് എഴുതി കാണിക്കുന്നതാണ്. നമ്മൾ ഈ മെറ്റീരിയൽ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്, നമ്മളിപ്പം മെറ്റീരിയൽ കൊടുക്കാനായിട്ട് വന്നു, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വാള് അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ മുകൾ ഭാഗങ്ങളിൽ, ജസ്റ്റ് ബിൽഡിങ്സിൻ്റെ മുകൾ ഭാഗങ്ങളിൽ ഒന്നിങ്ങനെ മൗസ് പോയിന്റ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ വേറെ ഫേസുകളായിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇങ്ങനെ ഫേസുകളാകാൻ കാരണം സ്കെച്ചപ്പിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലാണ്. നമ്മൾ സ്കെച്ചപ്പിൽ എങ്ങനെയാണോ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കാണിച്ചു തരും. അവിടെ ഞാൻ ഗ്ലാസ് മെറ്റീരിയൽ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഫയൽ വന്നിരിക്കുന്നത്. പകരം ഞാനിപ്പോൾ വാളാണ് സെലക്ട് ചെയ്തതെങ്കിൽ വാളിൻ്റെ മുകളിൽ അതേ കാറ്റഗറിയിൽ കളറിൽ വരുന്ന അല്ലെങ്കിൽ അതേ പേരിൽ വരുന്ന ഒബ്ജക്റ്റ് എവിടെയാണ് അത് മൊത്തം സെലക്ട് ആവും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ ഡാറ്റ ശരിയാണോ, സെലക്ട് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഫയലും കൂടി സെലക്ട് ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ സിങ്ക് ചെയ്യാത്തതിനാൽ ഇത് മൊത്തം കളഞ്ഞ് ഒന്നും കൂടി സ്കെച്ചപ്പിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്കെച്ചപ്പിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് സിങ്കിങ് ആയതിനാൽ ഇങ്ങോട്ട് മാറ്റം വന്നോളൂ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, എനിക്ക് ഓക്കെയാണ്, ഒന്നും ചെയ്യാനില്ല, ഇത് തന്നെ മതി എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇവിടെയാണ് എനിക്ക് ഫസ്റ്റ് മെറ്റീരിയൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വാളിന് കളറാണ് എനിക്ക് ആദ്യം ചെയ്യേണ്ടതെങ്കിൽ വാൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. വാൾ സെലക്ട് ചെയ്യുമ്പോഴേ ലെഫ്റ്റ് സൈഡിലായിട്ട് മെറ്റീരിയൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. തുടങ്ങി കാണാൻ പറ്റും ബിൽബോർഡ്, ബിൽബോർഡ് കളറ്, അതുപോലെ ഗ്ലാസ്, ഒരുപാട് മെറ്റീരിയൽ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിൽ കൊടുക്കണമെങ്കിൽ ഇതിലേലും മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതല്ല ഇവിടെ ഇൻഡോർ, ഔട്ട്ഡോർ, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കുറച്ച് സ്ലോ ആണ്, ഞാൻ ക്ലിക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് വരുന്നത്. സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ് അത്. ഞാനിപ്പം ഔട്ട്ഡോറിൽ ക്ലിക്ക് ചെയ്ത് വെച്ചു, അവിടെ ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് നാച്ചുറലാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് നാച്ചുറൽ. എന്താണോ വേണ്ടത് ആ മെറ്റീരിയൽസ് എല്ലാം, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം അതിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള മെറ്റീരിയൽ എടുക്കണമെങ്കിൽ അതിനും കഴിയും. ഇപ്പോൾ ഇത് മാത്രമല്ല, ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റയിലുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഇതിലുള്ള ഡാറ്റ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഞാൻ ആദ്യം ചെയ്യുന്നത് കളർ മെറ്റീരിയലാണ്. ഇപ്പോൾ വോളാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. വോൾ സെലക്ട് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ കസ്റ്റം ഓപ്ഷൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ പെയിൻറ്റ് എന്നൊരു കളർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് കളർ പെയിൻറ്റ് കൊടുക്കാനാണ്. ഈ കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിൽ കളേഴ്സും കൂടെ വരുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കളറാണോ ഇതിൽ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ വൈറ്റ് നിറം തന്നെ മതി എന്നിരിക്കട്ടെ, വൈറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ റെഡ് ആണ് വേണ്ടെങ്കിൽ റെഡ് കൊടുത്താൽ ഇവിടെ റെഡായി മാറും നമുക്ക് കാണാൻ പറ്റും. എനിക്കിപ്പോൾ വൈറ്റ് മതി, അപ്പോൾ ഞാൻ വൈറ്റ് കളർ തന്നെ അപ്ലൈ ചെയ്തു. മെറ്റീരിയൽ കൊടുക്കാതിരിക്കരുത്, മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ സ്കെച്ചപ്പിൽ ചെയ്തുകൊണ്ട് വന്നപ്പോൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, എനിക്ക് ഈ വൈറ്റ് തന്നെ മതി എന്ന് വിചാരിക്കാതെ അത് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ക്ലാരിറ്റിയിൽ ചെറിയ വ്യത്യാസം വരും. കാരണം ഇതിൽ ഈ ലൂമിയോണിൽ നിന്നും മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിഫ്ലക്ഷൻസും ഗ്ലോസിനെസ് അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടെങ്കിൽ അങ്ങനെ അതിന് കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടും. സ്കെച്ചപ്പിൽ കൊണ്ടുവരുമ്പോൾ അത്ര ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞാൽ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യണം. ഇനിയിപ്പം ഇത് മതി, എനിക്കിപ്പോൾ ഈ കളർ ഇത് ഓക്കെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട്, ഫൈനലൈസ് ചെയ്യാനായിട്ട്. തൊട്ടപ്പുറത്തായിട്ട് സ്റ്റോപ്പ് മാർക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം. വേണ്ട, എനിക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ വേറെ കൊടുക്കാം. ഇനി ഈ മെറ്റീരിയൽ കൊടുത്തു, ഇത് ഓക്കെയാണ്, എനിക്ക് അടുത്ത മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. ഈ മെറ്റീരിയൽ ഓക്കെയാണ്, എനിക്ക് അടുത്ത മെറ്റീരിയൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിനിഷ് ചെയ്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫിനിഷ് ചെയ്ത് പോകുന്നതിൽ തെറ്റൊന്നുമില്ല, ഫിനിഷ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് മെറ്റീരിയൽ കാറ്റഗറി വീണ്ടും ഓപ്പൺ ആയി വരുന്നതാണ്. അതിപ്പം മറിച്ച് നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് പോയി രണ്ടാമത് സെലക്ട് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ അതിൽ നിന്ന് നേരെ വന്നു എന്ന് മാത്രം, ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അറ്റ് എ ടൈമിൽ തന്നെ മെറ്റീരിയലൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ പോവാം. അല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് ഫിനിഷ് ചെയ്ത് പോയിട്ട് പിന്നീടും കൊടുക്കാനും പറ്റും. എനിക്കിതിലിപ്പോൾ വേണ്ട മെറ്റീരിയൽ ഇതല്ല. ഇൻഡോറിലോ ഔട്ട്ഡോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ കുറേ ടൈപ്പ് മെറ്റീരിയൽസ് കിട്ടും. ഞാൻ ഔട്ട്ഡോറിൽ വന്നിട്ട് നോക്കാം. ഔട്ട്ഡോറിൽ ഇവിടെ റൂഫിംഗ് ഉണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രിക്സ് ടൈപ്സുകളുണ്ട്. ഇപ്പോൾ ബ്രിക്സ് ടൈപ്സിൽ ഏതെങ്കിലും പറ്റുമോ നോക്കാം. സ്ലോ ആണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡായി വരാൻ. ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഷേപ്പ് മാറുന്ന കാണാൻ പറ്റും, ഫിഗേഴ്സ്. ഇത് ഫ്ലോറിൽ വരുന്നതാണ്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും. അപ്പം ഞാൻ നേരെ കോൺക്രീറ്റിലേക്ക് പോയി അതിൻ്റെ അകത്തൊരു മോഡൽ നോക്കാം. എനിക്ക് ഈ മോഡൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ മോഡൽ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഫിനിഷ് അല്ല ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ക്ലോസ് ബട്ടൺ, ലൈബ്രറി ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ ലൈബ്രറി ക്ലോസ് ചെയ്ത് കൊടുത്തു. ലൈബ്രറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് സൂം ചെയ്യുന്നു, ഫിഗറിനെ കുറച്ച് സൂം ചെയ്യുന്നു, ചെക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം താഴെയായിട്ട് സ്കെയിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഡാറ്റയിൽ ചെക്കറായിട്ടുള്ള, അതായത് ഈ ഒരു പാറ്റേണിൻ്റെ സ്കെയിൽ കൂട്ടാനാണ് സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്കെയിൽ ഓപ്ഷൻ്റെ മുകളിൽ യൂണിറ്റ് മെല്ലെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ സ്കെയിൽ ഇങ്ങനെ ചേഞ്ച് ആകുന്നതാണ്. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസ് നിങ്ങൾക്ക് കൊടുക്കാം സ്കെയിൽ ചെയ്യാൻ. ഇനി സ്കെയിൽ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ ഇവിടെ കണ്ടോ കളറൈസേഷൻ, ഗ്ലോസിനെസ്, റിഫ്ലക്റ്റ്, റിലീഫ്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കളറൈസേഷനകത്ത് കളർ ഒന്ന് കൂട്ടിയതിന് ശേഷം കുറച്ച് കളർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കളറിൻ്റെ ഒരു കളർ വീല് പോലുള്ളൊരു പാറ്റേൺ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീലല്ല, പാറ്റേൺ. അതിനകത്ത് നിങ്ങൾക്ക് ഏത് കളറിലേക്കാണോ വേണ്ടത് ആ കളറിലേക്ക് നിങ്ങൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, റെഡ്, ഗ്രീൻ, യെല്ലോ എന്നുള്ള കളറിലേക്ക് മാറ്റി കൊടുക്കാം. കളറൊന്നും വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, കളറൊന്നും വേണ്ട എങ്കിൽ ഈ സീറോയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ട് നീക്കി വെച്ചാൽ മതി, കളറൊന്നും ഉണ്ടാകില്ല. ഗ്ലോസിനെസ് അറിയാം നിങ്ങൾക്ക് എന്താണ് ഗ്ലോസിനെസ്. റിഫ്ലക്ഷനും അതെ, ഗ്ലോസിനെസ് തിളക്കം, റിഫ്ലക്റ്റിവിറ്റിയും. ഗ്ലോസിനെസ് കൂട്ടുമ്പോൾ ഗ്ലോസിനെസ് കൂടി വരും. കൂടുമ്പോൾ പുറത്തൊന്നും അപ്പുറത്ത് റോഡിൻ്റെ പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് റിഫ്ലക്ഷൻ ഗ്ലാസ് പോലെ റിഫ്ലക്റ്റ് ചെയ്യാത്തത്. റിഫ്ലക്റ്റിവിറ്റി പേരുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനാണ്. കണ്ടോ, ഇപ്പോൾ മേഘം റിഫ്ലക്റ്റ് ചെയ്ത് വൈറ്റ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. റിലീഫ് എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ തന്നെയാണ്, ചെരിവ് പോലെയൊക്കെ തോന്നിപ്പിക്കും, ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് തോന്നിപ്പിക്കും. ഈ റിഫ്ലക്ഷൻ കൊടുക്കുമ്പോൾ റിഫ്ലക്റ്റിവിറ്റി വേണം, എന്നാലും അതിൽ ചേഞ്ചിങ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്നല്ല ചേഞ്ചിങ് മനസ്സിലാവുള്ളൂ. കണ്ടോ നോക്കോ, ക്ലാരിറ്റി ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
റിലീഫ്. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്കെയിലിംഗ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൂവിന്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ CAD-ലും 3ds Maxലൊക്കെ ചെയ്ത പോലത്തെ ഒരു സിമ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും. മൂവ് സിമ്പിൾ കാണാൻ പറ്റും, മുകളിലേക്കും താഴേക്കും ആരോ ആയിക്കൊണ്ട്. ഇത് മൂവ് ചെയ്യാൻ തന്നെയാണ്, പാറ്റേൺസിനെ മൂവ് ചെയ്യാനാണ്. എക്സ് ഡയറക്ഷൻ, വൈ, സെഡ്. എക്സ് യൂണിറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ നീങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സിലേക്ക്. വൈ ആകുമ്പോൾ വൈയിലേക്ക് നീങ്ങുന്ന കാണാം. സെഡ് മുകളിലേക്കും താഴേക്കും നീങ്ങുന്ന കാണാം. ഓക്കെ, കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ റൊട്ടേഷൻ ഓപ്ഷൻസ് ആണ്. അതും പാറ്റേണിനെ തിരിക്കുന്നത് തന്നെയാണ്. ഹെഡിങ്, പിച്ച്, അതുപോലെ ബാക്ക്, നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റിന് ഇങ്ങനെ തിരിക്കാം. മെറ്റീരിയൽ ആണ് കേട്ടോ, 3D മോഡലിനെ തിരിക്കാനൊന്നും പറ്റില്ല, മറിച്ച് മെറ്റീരിയൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടാണ്. മൂന്നാമത് വരുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസിയും ബാക്ക്സെൻഡാണ്. ബാക്ക്സെൻഡാണ് ഇപ്പോൾ കിടക്കുന്നത്. മറിച്ച് ട്രാൻസ്പെറൻസി ടിക്ക് ഓൺ ചെയ്തതിന് ശേഷം ട്രാൻസ്പെറൻറ്റ് എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ, ഗ്ലാസ് ചെയ്യാൻ വേണ്ടി അല്ല ഇത് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് ചെയ്യാൻ വേണ്ടി ഗ്ലാസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനായിട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് കാണാനായിട്ട് നമുക്ക് കൊടുക്കാം. വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്ക്സൈഡിലേക്ക് തിരിച്ചു വന്നാൽ ട്രാൻസ്പെറൻസി ഉണ്ടാകത്തില്ല. ക്ലോസ് ചെയ്തു. പിന്നെ വരുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സെറ്റിങ്സ് ഓപ്ഷനകത്തുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നു. കാരണം ഇത് മെറ്റീരിയൽ, ലൈറ്റ് മെറ്റീരിയലൊക്കെ കൊടുക്കാൻ, ലൈറ്റായിട്ട് കത്താനൊക്കെ വേണ്ടി കൊടുക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ബട്ട് അടുത്തുള്ളൊരു ഓപ്ഷൻ വെതറിങ് ആണ്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഫ്ലോറിൽ കാണിക്കാം. ഇതിപ്പോൾ നിൽക്കട്ടെ കേട്ടോ, വെതറിങ്ങും അതുപോലെ ലൈറ്റിങ്ങും നിൽക്കട്ടെ. പിന്നീട് വരുന്നതാണ് ഫോളേജ്. ഫോളേജ് എന്ന് വെച്ചാൽ, ഫോളേജ് എടുത്തു കഴിഞ്ഞാൽ പുല്ല് പോലെയൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സ്പ്രെഡ് എമൗണ്ട് ഉണ്ട്. സ്പ്രെഡ് എമൗണ്ട് ഇങ്ങനെ കൂട്ടുന്നതനുസരിച്ച് താഴേത് പുല്ലിങ്ങനെ ഉയർന്നു ഉയർന്നു വരും. ഉയർന്നു ഉയർന്നു വരും. നമുക്കിങ്ങനെ ഒരു പുല്ല് കയറിയത് പോലെയൊക്കെ കാണിക്കാനായിട്ട്, ഇങ്ങനെ കാട് കയറിയിട്ടുള്ളതൊക്കെ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലീവ്സിൻ്റെ സൈസ് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ലീഫ് സൈസ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ലീഫ് സൈസ്, അതുപോലെ ലീഫിൻ്റെ ടൈപ്പ്, സൈസ് വലിപ്പം കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ്. ലീഫ് ടൈപ്പ് ഉണ്ട് പല കളറായിട്ട്. സ്പ്രെഡ് പാറ്റേൺ, ഓഫ്സെറ്റ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ കണ്ടോ, സ്പ്രെഡ് പാറ്റേൺ ഓഫ്സെറ്റ് ടൈപ്പ് കൊടുത്തപ്പോൾ ഇങ്ങനെ മാറി. പിന്നെ പാറ്റേൺ ഓഫ്സെറ്റ് സൈസ്, പിന്നെ ഗ്രൗണ്ട് ലെവലിൽ എത്ര മുകളിലേക്ക് ഉയർന്ന് നിൽക്കണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പുല്ല് പോലെയൊക്കെ എഫക്റ്റ് ആയിട്ട്. വേണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ഫിനിഷ് ചെയ്യുന്നുണ്ട്, തൽക്കാലം ഫിനിഷ് ചെയ്തു. ഞാൻ 2 മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തത്. വാളിനും അതുപോലെ ഈ 2 വാളിന്, കോമ്പൗണ്ട് വാളിനും അതുപോലെ വീടിൻ്റെ മെയിൻ വാളിനാണ് കൊടുത്തത്. രണ്ടാമത് വരുന്നൊരു ഓപ്ഷൻ, ഞാൻ ഈ ഫ്ലോറിൻ്റെ ടൈൽ അപ്ലൈ ചെയ്യാൻ വെച്ചിട്ടാണ്. ഫ്ലോർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫേസ്, ഇതിൽ ഞാനിപ്പം കോൺക്രീറ്റിൽ തന്നെ വരുന്നു. ഇൻഡോറിൽ എടുക്കാം. കോൺക്രീറ്റിൽ നേരത്തെ എടുത്ത കൂട്ടത്തിൽ കുറച്ച് ഭംഗിയുള്ളതുണ്ട്, സെലക്ട് ചെയ്തു. ഇതിൽ ഇത് നേരത്തെ എടുത്തതായിട്ട് സെയിം ആണ്. ഈ ഒരു പാറ്റേൺ കൊടുത്തു. മുകളിലിരിക്കുന്നതായിട്ട് വലിയ മാറ്റമല്ല, അത് കൊടുത്തു. ക്ലോസ് ചെയ്ത് ഞാൻ എൻ്റെ സ്കെയിലേക്ക് ഒന്ന് കൂട്ടി നോക്കാം. പിന്നെ അതിൻ്റെ കളർ ഞാനൊന്ന് കുറച്ചും കൂടി ലൈറ്റ് കളറാക്കി നോക്കട്ടെ. വലിയ മാറ്റമില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യണം. അതായത് ലൂമിയോണിൽ നിന്നും ഇപ്പം എടുത്ത പാറ്റേണിൻ്റെ അകത്ത് നിന്ന് വേറൊരു മെറ്റീരിയലാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഇപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് പോയി മാറിപ്പോയി. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, മെറ്റീരിയൽ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ. ഈ മെറ്റീരിയൽ ലൈബ്രറി എന്നുള്ള ഈ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ബാക്കിലേക്ക് പോകും.
വീണ്ടും അടുത്ത എന്താണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല, എനിക്ക് ഈ മെറ്റീരിയൽ ലൈബ്രറിയിലല്ല, പുറത്ത് ഞാൻ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഡാറ്റാസ്. എനിക്ക് അവിടുന്ന് ഡാറ്റയാണ് എടുക്കേണ്ടതെന്ന് ഇരിക്കട്ടെ. ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ വേണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ നമുക്കൊരു കളർ കാണാൻ പറ്റും. ചൂസ് മാപ്പ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ചൂസ് മാപ്പ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് എടുക്കാനായിട്ടുള്ള. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റത്തിൻ്റെ ഫോൾഡറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഈ ഫോൾഡർ നിങ്ങൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡാറ്റ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് തന്നെ വെക്കുന്നുണ്ട്. ഒരു താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, ചൂസ് മാപ്പ് തന്നെയാണത്. അത് നമ്മളിപ്പോൾ ബമ്പ് റിഫ്ലക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സൊക്കെ കൊടുക്കണം മറ്റ് 3D സോഫ്റ്റ്വെയറുകൾ. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കളർ നിങ്ങൾ എടുത്തിരിക്കുന്ന അതേ ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു ബ്ലൂയിഷ് കളറായിട്ട് വരുന്ന കളർ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ ഈ ഒരു പാറ്റേൺ അപ്ലൈ ചെയ്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പാക്കിലേക്ക് പോയി ഇത് വൈറ്റ് ആയിപ്പോയി മൊത്തത്തിൽ. ഇത് അപ്ലൈ ചെയ്യാം. ക്ലോസ് ചെയ്യുന്നു. ഇല്ല, ഞാൻ സ്കെയിലൊന്ന് ചെറുതാക്കുന്നുണ്ട്. വെച്ചു. നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഇത് വെതറിങ്ങിനകത്ത് വന്നതിന് ശേഷം ഇതിൽ കുറേ ടൈപ്പ് വെതറിങ് ഓപ്ഷൻസും കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സിൽവർ, സ്റ്റോൺ, ഗ്രാനൈറ്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെറ്റീരിയൽസിലോട്ടും കാണാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വേണ്ടത് എനിക്ക് സ്റ്റോൺ അല്ലെങ്കിൽ അയൺ ആയിട്ടുള്ള തുരുമ്പായിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാസ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ലെതർ ഓപ്ഷൻസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സിൽവർ ഓപ്ഷൻസ്, സ്റ്റോൺ. ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വെതറിങ് ഓപ്ഷൻ, വെതർ എന്ന് എഴുതിയേക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കിയാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ആ പുല്ല് അതിങ്ങനെ പഴയതുപോലെയായിട്ടുള്ള ഒരു ഫീൽ കിട്ടും നമുക്ക്. കുറേ കാലമായിട്ട് പൂപ്പലും പായലൊക്കെ വന്നു എന്നുള്ള കാണിക്കുന്ന രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ഇതല്ല, വെതറിങ് അല്ല വേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ 0യിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ അയൺ എന്നുള്ളത് വേണ്ടെങ്കിൽ ജസ്റ്റ് അയൺ സെലക്ട് ചെയ്തു. കണ്ടോ, അടുത്ത ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അടുത്തതും കൂടി അത് കയറി വന്ന് ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം എനിക്കിത് വേണ്ട, ഞാനത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് നമുക്കൊരു അളവാണ് കൊടുക്കേണ്ടതെന്ന് ഇരിക്കട്ടെ. ഏതിലും എനിക്കിപ്പോൾ ഗ്ലോസിനെസ്സിലാണെങ്കിൽ കൂടി അളവാണ് വേണ്ടതെങ്കിൽ ഇവിടെ കണ്ടോ, നമ്മൾ അളവ് കൊണ്ടുവെക്കുമ്പോൾ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ടോ. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, നേരെ അത് എഡിറ്റബിളായി മാറും. കണ്ടോ 1. അതിനകത്ത് ബാക്ക് സ്പേസ് അടിച്ചാൽ അത് ബാക്ക് മാറി 1 അല്ല വേറെ എന്തെങ്കിലും നമ്പറാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ കൊടുക്കാം. അത് എല്ലായിടത്തും കൊടുക്കാം, ഇതിൽ മാത്രമല്ല എല്ലാത്തിലും കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ വെതറിങ് എന്നുള്ളത് കുറയ്ക്കുന്നുണ്ട്, വെതറിങ് വേണ്ട. ഓക്കെ, ജസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്തു. അതിനുശേഷം എനിക്കിപ്പോൾ വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഗ്ലാസ്സിലൊരു മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലാസ് സെലക്ട് ചെയ്തു. ഗ്ലാസ്സിലേക്ക് വരിക, അവിടെ ഗ്ലാസ് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരെ അകത്ത് പോയി ഇൻറ്റീരിയർ ഓപ്ഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, ഇൻറ്റീരിയർ വെച്ച് ഇൻഡോർ ഓപ്ഷൻ്റെ അകത്ത് വന്നാൽ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്ലാസ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, റെഡിഷ് കളർ എന്താണോ, ഏത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഗ്ലാസ് ആണ് വേണ്ടതെന്ന് നോക്കാം. എനിക്ക് ഈ ടൈപ്പ് ഗ്ലാസ്സാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഗ്ലാസ് ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ആ ഗ്ലാസ് ഇങ്ങോട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. ഗ്ലാസ് അപ്ലൈ ആയിട്ടുണ്ട്. ഗ്ലാസ് അപ്ലൈ ആയി കഴിഞ്ഞാൽ കൂടെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിൻ്റെ ഗ്ലോസിനെസ്, ഡബിൾ സൈഡ്, റിഫ്ലക്ഷൻസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി എല്ലാ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് റിഫ്ലക്ഷൻസോ ഗ്ലോസിനെസ്സോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് തന്നെ കൊടുത്തു. അതുപോലെ എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ ജസ്റ്റ് ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് റിഫ്ലക്ഷൻ കാര്യങ്ങൾ എനിക്കിത് മതി. എനിക്കിപ്പോൾ ഇതൊരു വുഡാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് വുഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ നാച്ചുറലിലൊക്കെ വന്നു കഴിഞ്ഞാൽ പല ടൈപ്പിലെ വുഡും കാര്യങ്ങളും കിട്ടും. ഞാൻ ഇതിൽ വുഡ് എടുത്തു. ഇതിൽ വുഡ് എടുത്തതിന് ശേഷം ഞാൻ ഇത് ചെറിയ റിഫ്ലക്റ്റോട് കൂടിയിട്ടുള്ള വുഡാണ്, അപ്പോൾ ഞാൻ ഇതെടുത്തു. റിഫ്ലക്റ്റോട് കൂടിയിട്ടുള്ള വുഡ് അപ്ലൈ ചെയ്തു. എനിക്ക് വുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല, വേറെ വുഡാണ് കസ്റ്റമർ പറഞ്ഞത്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ചൂസ് മാപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് വുഡ് എടുക്കാം. ഇപ്പം നമ്മൾ ഇതിലുണ്ടായിരുന്ന റിഫ്ലക്ഷൻസ്, ഗ്ലോസ്നെസ് കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ലൂമിയോണിൽ വുഡ് എടുത്തപ്പോൾ വന്ന റിഫ്ലക്ഷൻ, ഗ്ലോസ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെ ഇതിലേക്ക് അപ്ലൈ ആയിട്ടുണ്ടാവും. റിഫ്ലക്ഷൻസോ കാര്യങ്ങളിലോ ഒന്നും മാറ്റം വരില്ല. മറിച്ച് ഞാൻ മെറ്റീരിയൽ മാറ്റുന്ന സമയത്ത് റിഫ്ലക്ഷൻസിലെ കാര്യത്തിലൊന്നും മാറ്റം വരില്ല. മറിച്ച് ഞാൻ ഈ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പാറ്റേൺ മാത്രമേ മാറുള്ളൂ. അല്ലാതെ
ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും മാറുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ മെറ്റീരിയൽസും അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ മെറ്റീരിയൽസും, ലൈറ്റ് മെറ്റീരിയൽ മാത്രമേ കൊടുത്തില്ല, എല്ലാ മെറ്റീരിയൽസും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് മെറ്റീരിയൽ വേണമെങ്കിൽ കൊടുത്ത് കാണിച്ചു തരാം. ലൈറ്റ് ഇപ്പോൾ സ്റ്റീൽ കൊടുക്കണമെങ്കിൽ സ്റ്റീൽ കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഒരു അലുമിനിയം ആണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടാവും ഇൻഡോറിലാകാൻ ചാൻസ്. മെറ്റൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ മെറ്റലിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് മെറ്റലാണ്, പല ടൈപ്പ് മെറ്റലുണ്ട്, ഏത് ടൈപ്പ് മെറ്റലാണ് വേണ്ടത്. ആ മെറ്റൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റലിലേക്ക് മാറ്റണം. അത് റിഫ്ലക്ഷൻ കൂടുതലല്ലേ, ഭയങ്കരമായിട്ട് മെറ്റലിൽ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് വരുന്നു. കണ്ടോ, അതൊക്കെ റിഫ്ലക്റ്റിവിറ്റി ഫുള്ള് കിടക്കുന്നു. ഞാൻ കുറച്ച് ചെറിയ റിഫ്ലക്ഷൻ മതി, ചെറിയ റിഫ്ലക്ഷൻസും ക്ലോസിനെസ്സും കുറച്ച് കൊടുത്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഫിനിഷ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഇപ്പം ഞാൻ സ്റ്റീലൊക്കെ കൊടുത്തു, എന്നാലും ഒന്ന് പറയാം. എനിക്ക് ഇവിടെ ഒരു മെറ്റീരിയൽ കൊടുത്ത മെറ്റീരിയൽ തന്നെയാണ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം. ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഇതിനകത്ത് നമുക്ക് കൊടുത്ത മെറ്റീരിയൽ ഇതാണ്. ജസ്റ്റ് എൻ്റെ എഡിറ്റിങ്ങിനകത്ത് നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നു. സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്ത് എമിസീവ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കത്തുന്നുണ്ടോ മെറ്റീരിയലിന്, നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെ കത്തി നിൽക്കും. അതായത് 3ds Maxോ അല്ലെങ്കിൽ മറ്റ് 3D സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ലൈറ്റ് മെറ്റീരിയൽ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഒരു ലൈറ്റുമായിട്ട് കത്തണം, ലൈറ്റ് പോലെ കത്തി നിൽക്കുക. അതാണ് ഈ പറയുന്ന എമിസീവ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിൽ കൊടുത്ത് കാണിച്ചെന്ന് മാത്രം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ട് നമുക്ക് കാണിക്കാം, പെട്ടെന്ന് കത്തുന്ന രീതിയിൽ. എമിസീവ് എമൗണ്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കളറൈസേഷൻ ഇവിടെ മുകളിലുണ്ട്. കളറിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ എമൗണ്ട് മാറ്റാം. അപ്പോൾ എനിക്ക് റെഡിലാണ് വേണ്ടതെങ്കിൽ റെഡിൽ കൊടുക്കാം, റെഡിൽ കത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കളറിൽ വേണം അത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വേണ്ട, ഇത് നോർമൽ മതി എന്നുണ്ടെങ്കിൽ വൈറ്റിലേക്ക് മാറ്റിയാൽ മതി. വൈറ്റിലേക്ക് പിന്നെ എമിസീവ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ സാറ്റുറേഷൻ കൂട്ടാം, സ്പെക്കുലർ കൂട്ടാം, റിഫ്ലക്ടർ പ്രൊഡക്ഷൻ കൂട്ടാം. ഇത് വേണമെങ്കിൽ കൂട്ടി മാറ്റി മറിച്ചിട്ട് നമുക്ക് അളവുകൾ അങ്ങോട്ട് ചെയ്ത് ലൈറ്റിൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ലൈറ്റ് ഏത് എഫക്റ്റാണോ വേണ്ടത് അത് ഇതിൽ കൊടുക്കാനായിട്ട് കഴിയും. ഇത് ലൈറ്റ് മെറ്റീരിയലാണ്, ലൈറ്റ് കൊണ്ടുവെക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്, ജസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഴയ ഇത് തന്നെ ആക്കുന്നുണ്ട്. ഇതുകൊണ്ട് കുറച്ച് കൊടുത്തു. സിസ്റ്റം സ്ലോ ആയതുകൊണ്ട് ഇത് സമയം എടുക്കും. ഞാൻ ഇങ്ങനെ മാറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്നും ചെയ്യാതിരിക്കണം. അതായത് മൗസ് പോയിന്റ് അങ്ങോട്ട് നീക്കിയാൽ പഴയ പോലെ തന്നെ തിരിച്ചു വരും. ഓക്കെ, ഞാൻ ഫിനിഷ് ചെയ്യുന്നു മെറ്റീരിയൽ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽ കുറേ മെറ്റീരിയൽ ഉണ്ട്, ഞാൻ ഓരോന്നെടുത്ത് പറഞ്ഞിട്ടില്ല, ചെയ്ത് നോക്കാവുന്നുള്ളതേ ഉള്ളൂ. എല്ലാം പറയുന്നതെല്ലാം ഒരുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പം ഇതാണ് വേണ്ടത്, എന്ത് മെറ്റീരിയലാണ് വേണ്ടത്, അതിൻ്റെതായ എഡിറ്റിങ്സ് അതിനുള്ളിൽ തന്നെയാണ് കാണിക്കുക. പുറത്തുനിന്ന് നമുക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മാക്സ്, സ്കെച്ചപ്പ്, ലൂമിയോണൊക്കെ പോലെ നമ്മൾ ഡാറ്റ എടുത്തിട്ട് അതിൽ ബമ്പ് ഇത്ര കൊടുക്കണം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ബമ്പ് ഇത്ര കൊടുക്കണം, റിഫ്ലക്റ്റിവിറ്റി, നോയ്സ്, അതുപോലെ ട്രാൻസ്പെറൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതെല്ലാം ഇവർ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും മെറ്റീരിയലിൽ. നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ വേറെ മെറ്റീരിയൽ പാറ്റേൺ കൊടുക്കുന്ന സമയത്തും സെയിം മെറ്റീരിയൽ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും അതിൽ ചെയ്യേണ്ട കാര്യമില്ല, പാറ്റേൺ മാത്രമേ മാറുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നത്. ജസ്റ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് 3D സോഫ്റ്റ്വെയറിൽ ലൂമിയോണിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത്. അത് ഫിനിഷ് ചെയ്തു, മെറ്റീരിയൽ അപ്ലൈ. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡേ വേറൊരു ക്ലാസ് അല്ലെങ്കിൽ വേറൊരു മെറ്റീരിയലിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം. വേറെ മെറ്റീരിയൽ അല്ല, വേറൊരു പോർഷനെ പറ്റിയിട്ട്. ആനിമേഷനാണ് വരിക മിക്കവാറും. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം.